എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ പെണ്ണുങ്ങൾ നിൽക്കണ്ടല്ലോ, മനസ്സിലായി. ഇവിടെ തോന്നിയാസം പറയാനുണ്ടല്ലോ. അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി. നിങ്ങൾക്ക് ആണുങ്ങളെയാണല്ലോ കൂടുതൽ ഇഷ്ടം, പെണ്ണുങ്ങളെ ഇഷ്ടമല്ലല്ലോ. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങളെ അതിന് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാവശ്യം രണ്ടാണുങ്ങളെ പറഞ്ഞു വിടണം. அப்போ நான் பொட்டனா? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കണം. നാണമുണ്ടോ നിനക്ക്? നാണം. നമ്മളെ ഈ പെൺകുട്ടികൾ എന്തിനാ ഇവിടെ നിർത്തിനെ കണ്ണുവിടാതിരിക്കാനാ? നമ്മൾ വല്ല പറഞ്ഞോണ്ടിരുന്ന പിന്നെ കണാ കൊണന്ന് പറഞ്ഞോണ്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ട കറിയുള്ള കറിവേപ്പിലെ മാറ്റി നിർത്താൻ അങ്ങനെയാണെന്ന് വിചാരിക്കില്ല ബിഗ് ബോസ്. എന്ത് വെറുപ്പീരായിരുന്നു അത്. ഞങ്ങൾക്കുണ്ട് അവകാശങ്ങൾ, ആഗ്രഹങ്ങൾ, ഡ്രീംസ്, ആസ്പിറേഷൻസ്. അതിനൊന്നും ഇല്ലേ? മതി അധികം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, എന്നിട്ട് പോടാ. ബിഗ് ബോസ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ബിഗ് ബോസ് ആണുങ്ങളുടെ കൂടെ നിൽക്കരുത്. ഉളുപ്പ് വേണ്ടോ? ഉളുപ്പ് ഡെലിവിഷൻ വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക. ആവശ്യം ഉണ്ടായിരുന്നു പറയാനൊക്കെ മാത്രമാണ് ഇവിടെ സപ്പോർട്ട് കൂടുതൽ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ആണുങ്ങൾ കപ്പെടുക്കാൻ ചാൻസ് ഉണ്ട്, ഫൈനൽ 5 വരും. അതെ, മനുഷ്യൻ ഇത്രയും അസൂയ പാടില്ല. രണ്ടാണുങ്ങളല്ല പോവുക എന്നൊക്കെയാ പറയുന്നത്. കാണിച്ചു കൊടുക്കുക ബിഗ് ബോസ് രണ്ടാണുങ്ങളൊക്കെ പോകും. ബിഗ് ബോസ് ആ പൂതി മനസ്സിലിരിക്കട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. അപ്പൊ ഞങ്ങള് 3 മാത്രമേ ബിഗ് ബോസ്. ഞങ്ങളോട് ചതി ചെയ്യരുത് പ്ലീസ്. വേറൊരു സ്ഥലത്ത് പണിക്കെടുക്കൂല. ഇവിടെ മേലെ പണിയെടുത്തേക്ക് ശീലമായി പോയി. എന്നെ വേർപ്പിക്കല്ലേ മുതലാളി, എനിക്ക് വേർപ്പിന്റെ അസുഖമാണെന്ന് ഒരാൾക്ക് അറിയാലോ.